ഹലോ. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എല്ലാവരും OTP, പാസ്വേഡ്, കാൻഡിഡേറ്റ് ലോഗിൻ, EWS അങ്ങനെ പല വിഷയങ്ങളിൽ ടെൻഷനിലായിരിക്കും അല്ലേ? സത്യത്തിൽ ഇത്രയും ടെൻഷൻ്റെ ആവശ്യമുണ്ടോ? നമ്മുടെ കുട്ടികൾ 10ാം ക്ലാസ്സിൽ IT എന്നൊരു വിഷയം പഠിക്കുന്നുണ്ട്. അതിൻ്റെ മാർക്ക് ലിസ്റ്റ് എടുത്ത് നോക്കി, A+ഉം Aയും ഒക്കെ കാണാം. ഒരു 10 മിനിറ്റ് സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ സ്വന്തമായി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇതൊക്കെ. നിങ്ങൾക്ക് പല സോഴ്സിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകും, വാട്സപ്പ് വഴിയും മറ്റ് വീഡിയോ വഴിയും ഒക്കെ. ആധികാരികമായ വിവരം എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഡ്മിഷൻ വെബ്സൈറ്റായ www.hscap.kerala.gov.in എന്നുള്ളതാണ്. ആ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്താൽ കാണുന്നതാണ് ഇത്. ഇവിടെ രക്ഷിതാക്കൾക്കുള്ള നിർദ്ദേശങ്ങളും സ്കൂളുകൾക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ സർക്കുലർ രൂപത്തിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ പുതുമ ഉള്ളത് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ലോഗിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ്. ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടില്ല എങ്കിൽ കുട്ടിക്ക് അഡ്മിഷനെ തന്നെ അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് ഈ അഡ്മിഷന് വേണ്ടുന്ന എല്ലാ കുട്ടികളും കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഈ പ്രോസസ്സിലൂടെ കടന്നു പോയിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും കുട്ടികൾ ഇത് ചെയ്തിട്ടില്ല എങ്കിൽ ഓഗസ്റ്റ് 20 മുമ്പ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ചെയ്തു കഴിഞ്ഞവർക്ക് സ്വാഭാവികമായും പല സംശയങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് മുഴുവനായും കാണുക. EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ റിസർവേഷൻ, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു. 10% റിസർവേഷനാണുള്ളത്. ആനുവൽ ഇൻകം 4 ലക്ഷത്തിൽ കുറവ്. അതുമായി ബന്ധപ്പെട്ട വിശദമായി ഈ ഒരു ലിങ്കിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അതുമായി ബന്ധപ്പെട്ട ഫോംസ് ലഭിക്കുന്നത് ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴെയായി അനക്ഷർ 1, അനക്ഷർ 2 ഈ 2 ഫോംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വില്ലേജ് ഓഫീസ് വഴിയാണ് അനക്ഷർ 1ഉം അനക്ഷർ 2ഉം ലഭ്യമാക്കേണ്ടത്. ഇനി നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നോക്കാം. കാൻഡിഡേറ്റ് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂസർ നെയിം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറാണ്, അത് ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. ലോഗിൻ പ്രസ് ചെയ്യുക. നോക്കൂ, ആപ്ലിക്കേഷൻ ഈസ് നോട്ട് ഫൈനലി കൺഫേംഡ്. കുട്ടി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ, കൺഫേം ചെയ്തിട്ടില്ല. ഉടൻ തന്നെ എഡിറ്റ് ആപ്ലിക്കേഷൻ എടുക്കുക. ഓക്കെ. ഇവിടെ വിശദമായ ആപ്ലിക്കേഷൻ പരിശോധിക്കുക. ആവശ്യമായ തിരുത്തലുകൾ ഇപ്പോൾ വരുത്താവുന്നതാണ്. സബ്മിറ്റ് ഡീറ്റെയിൽസ്. മാർക്ക് പരിശോധിച്ച് സബ്മിറ്റ് ചെയ്യുക. സ്കൂൾ ഓപ്ഷൻസ് കൂട്ടിച്ചേർക്കലുകളില്ല എങ്കിൽ സബ്മിറ്റ് ചെയ്യുക. സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് പരിശോധിച്ച് സബ്മിറ്റ് ഓൾ പ്രസ് ചെയ്യുക. വീണ്ടും വിവരങ്ങളൊക്കെ ഒന്നുകൂടി നോക്കി ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പ്രിൻ്റ് എടുക്കാനുള്ള PDF ഫയലും കാണാം. അത് നിങ്ങൾ സേവ് ചെയ്യുകയോ പ്രിൻ്റ് എടുക്കുകയോ ചെയ്യുക. ഈ പ്രോസസ്സ് നമ്മൾ ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. യൂസർ നെയിം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്യുക. പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് ലോഗിൻ പ്രസ് ചെയ്യുക. നോക്കൂ, ആപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേംഡ്. ഇപ്പോൾ നിങ്ങൾ അഡ്മിഷന് റെഡിയായി എന്നർത്ഥം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ വ്യൂ, എഡിറ്റ്, പ്രിൻ്റ് 3 ഓപ്ഷനുകളും കാണാം. നമ്മൾ വെറുതെ ഒന്ന് എഡിറ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കുക നോക്കട്ടെ. യു ഹാവ് ഓൾറെഡി ഡൺ അപ്ഡേഷൻ. നമ്മളിപ്പം ചെയ്തു കഴിഞ്ഞു, രണ്ടാമത് ചെയ്യാൻ പറ്റില്ല, ഒരു തവണ മാത്രം. പ്രിൻ്റ് കൊടുത്താൽ എന്ത് സംഭവിക്കും?
നേരത്തെ നമ്മൾ കണ്ട പ്രിൻ്റ് പേജ് കിട്ടും. ആവശ്യമെങ്കിൽ പ്രിൻ്റ് എടുക്കാം. ഇനി വ്യൂ ബട്ടൺ ആണെങ്കിൽ ജസ്റ്റ് അപേക്ഷ ഒന്ന് വ്യൂ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്രയും മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത്, ഓർമ്മിക്കുക. ഈ വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷനിലൂടെ ലഭിക്കുന്നതാണ്.